ഞങ്ങളുടെ യാത്ര പിന്നെ ഇടവഴികളിലൂടെ ആയതുകൊണ്ട് അതെ അതെ. ഇടവഴിയാണെങ്കിലും കയ്യിലാണെങ്കിലും നമ്മുടെ സൈഡ് നമ്മൾ ചൂസ് ചെയ്യണം. ചേട്ടൻ വന്നിട്ടുണ്ടാവും 10 രൂപ നമ്മുടെ സൈഡിൽ കൂടെ വന്നത്. നമ്മൾ തട്ടിയിരുന്നെങ്കിൽ മാറിയാണ്. അതെ, നമ്മള് പിന്നെ നമ്മൾ ഓവർ സ്പീഡാണ്. അല്ലെങ്കിൽ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓവർ സ്പീഡാണല്ലോ. വന്ന് വരുത്തി തീർത്തല്ലോ. നമ്മൾ ചെറിയ വഴിയാണ്. ചെറിയ വഴി നിന്ന് കയറുന്ന മെയിൻ റോഡ് നമ്മൾ സൂക്ഷിച്ചു വന്നതാണ്. എങ്ങോട്ടെന്ന് അറിയത്തില്ല, എങ്ങോട്ടാ പോകുന്നത് നീ പറഞ്ഞില്ലല്ലോ. സർപ്രൈസ് ആണോ? എങ്ങോട്ടെങ്കിലൊക്കെ പോകും. നീ എങ്ങോട്ടും എന്നെ കൊണ്ടുപോകുന്നതാണ്. നീ എന്തായാലും പാവല്ലേ. എങ്ങോട്ടാ പോവാ നമ്മള്? ഇടുമില്ലേ, ഭൂമിയിലുണ്ടല്ലോ നമുക്ക് എവിടെയെങ്കിലും എത്താം. ഇതാണ് നമ്മുടെ പുന്നപ്പറ രക്തസാക്ഷിമാണ്. ആലപ്പുഴ വരുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. എന്തായാലും സഹാക്കളൊക്കെ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അറിയാം. ഞാൻ പിന്നെ നമ്മുടെ നാട്ടിലുള്ളതൊക്കെ നമ്മളെ ടെസ്റ്റ് കാണിച്ചു പോകാം. അതെ അതെ. ഇത് നമ്മുടെ കുട്ടനാട്ടിലേക്കുള്ള കവാടം. നമ്മളിപ്പോ കുട്ടനാടാണോ പോകാം? അതെ അതെ. ഞായറാഴ്ച കൊണ്ട് എല്ലാവരും മന്ദഗതിയിൽ എഴുന്നേറ്റ് വരുന്നു. എല്ലാരും ഒരേപോലെ കല്യാണത്തിന് പോകാനും പോയിരിക്കും. രാവിലെ മഴ ഉണ്ടായിരുന്നു. നമുക്ക് എന്നടിക്കാം, ഇവിടെ പോകും. ഇവിടെ അടിക്കാതെ അതുകൂടെ അടിക്കും. അപ്പം എങ്ങോട്ടൊന്നുമില്ലാത്ത യാത്ര നമ്മുടെ അങ്ങനെ പോയേക്ക. എവിടെങ്കിലൊക്കെ എത്തിപ്പോടാ, അങ്ങനെ പോകും. വണ്ടിയുടെ നമുക്ക് കാണുന്ന സ്പോട്ടിലൊക്കെ നിർത്തിയൊക്കെ പോവാം. ഇന്ന് ഞങ്ങൾ തോന്നുന്ന വഴി കൂടെ. അതെ, ഇന്ന പ്ലാനൊന്നും ഇല്ല, എവിടെയും ചെന്നെത്തും. അതെ. $320 കഴിച്ചു. എണ്ണ കുറച്ച് ഉണ്ടായിരുന്നു. കാരണം ഫുൾ ടാങ്ക് നമ്മുടെ വള്ളാതുരുത്തി അല്ലേ, വള്ളാതുരുത്തി നമ്മള് പോയിരിക്കും. നിറച്ചും താറാമുട്ട കിട്ടും. നാടൻ താറാമുട്ട വേണ്ട, താറാവ് ഇറച്ചി മേടിക്കാനായിട്ട് ആൾക്കാർ നിൽക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച മേടിച്ചായിരുന്നു കേട്ടോ. കിലോ ഏതാണ്ട് 380 രൂപ വേണ്ടോ. ഉള്ള നല്ല മീറ്റായിരുന്നു. എന്തെങ്കിലും നമ്മുടെ ഒരു ചേട്ടൻ പറഞ്ഞാണ് ഈ ഫീമെയിലായിരിക്കും നല്ല മീറ്റുള്ളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയും. എനിക്കറിയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. താറാവ് ഇറച്ചി കഴിക്കുമ്പോൾ ഫീമെയിൽ മേടിച്ച് കഴിക്കണം. അത് ഡ്രസ്സ് ചെയ്ത് ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിൻ്റെ രോമമൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് മേടിക്കണം. ഡ്രസ്സ് ചെയ്യുന്ന പോലാണ്. ഞങ്ങൾ അതിലൊക്കെ പോയി മേടിക്കാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു താറാവിനെ ഡ്രസ്സ് ചെയ്യാൻ 20 മിനിറ്റ് അരമണിക്കൂറൊക്കെ എടുത്തുണ്ടോ. അതിൻ്റെ രോമമൊക്കെ നല്ലപോലെ കളയണം. ഇതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് അറിയുക. ടേസ്റ്റ് അന്നേച്ച് ചെയ്യുക. ഇവിടെ നിറച്ചും താറാവാണ് കേട്ടോ, അതേ നോക്കിയേ, എന്ത് ഭംഗിയെന്ന് നോക്കിയേ. രാവിലെ ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. വെള്ളത്തിലൊക്കെ ഇറങ്ങി അതിന് വേണ്ട പോഷകങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കാനും നീന്താനൊക്കെ ആയിട്ട് ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. ഈ പാലം കയറി അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് കുട്ടനാട് എന്ന് പറയുന്നത് തുടങ്ങുന്നത്. ഇത് പള്ളാത്തുരുത്തി പാലം.
പണി പാടങ്ങളും ആറാക്കൂട്ടങ്ങളും കള്ള് ഷാപ്പുകളും അതെ അതെ എല്ലാം എനിക്ക് പണ്ടേ അറിയാലോ. അടിപൊളി ഒരു പ്ലേസ് ആണ്. എല്ലാരും ആരെങ്കിലും ആലപ്പുഴ വന്നുള്ളവർ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യാൻ പോയി കാണുന്നത്. ഈ പാലം കയറി നിങ്ങൾ പോയി കാണും കൂട്ടാണ് അല്ലേ, കൺഫേം ആണ്. പിന്നെ ഇതുണ്ട്, ഇത് ആലുവയിലൊക്കെ ആ പാലത്തിൽ കാണുന്ന സംഭവം എന്താണോ അല്ലെ, ഇപ്പുറത്തും വരും. എന്തൊരു സെറ്റപ്പ് ആയിരിക്കും, പണിത് അടിപൊളിയായിരിക്കും. ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൂടുതലും പാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കൊണ്ട് അറിയില്ല, ആലപ്പുഴ എന്ന് പറയുമ്പോൾ ലോങ് ഉള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡൊക്കെ ഉള്ളവർ ഏറ്റവും കൂടുതൽ വരുന്ന ഹൗസ് ബോട്ടിലൊക്കെ കയറാണ്ടായിരിക്കും. ആ ഹൗസ് ബോട്ടാണ് ഈ കാണുന്നത്. മാക്സിമം ഹൗസ് ബോട്ട് എടുക്കുന്നത് നല്ലതാണ് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോ. ഷിക്കാരൊക്കെ ബഡ്ജറ്റുള്ളവരാണെങ്കിൽ ഷിക്കാര എടുക്കുക. ഷിക്കാര എടുത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ പറയുന്നത് ഉള്ളിലോട്ടൊക്കെ പോകാം. കുട്ടനാടിന്റെ ഉള്ളിൽ ഭംഗികളൊക്കെ കാണുന്ന ഇവിടെയൊക്കെ കാണിച്ചു ഓരോരുത്തർക്ക് ഓരോ വൈബാണ്. ഇപ്പൊ കുട്ടനാട് ഉള്ളിലോട്ടൊക്കെ കയറിയുള്ള പോകണമെങ്കിൽ ചെറിയ വള്ളത്തിൽ ബോട്ട് ഷിക്കാറിലൊക്കെ പോയിക്കാൻ സെറ്റാണ്. സൂര്യൻ ഉദിച്ചിട്ടില്ല, ഈ മഴയായതുകൊണ്ട് സൂര്യനെ കാണാതെ, അല്ലെങ്കിൽ നല്ല രസമായിരിക്കും സൺറൈസ്. ഇന്ന് ദിവാകരൻ ഇല്ല ഗൈസ്, ദിവാകരൻ വരണില്ല. ദിവാകരൻ ഇന്ന് വന്നിട്ടുണ്ട്, ദിവാകരന് മൂടിയിരിക്കും. ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. രണ്ട് സൈഡും പാടോ, വെള്ളം കെട്ടിട്ട് കഴിയുമ്പോൾ വേറൊരു വൈബാണ്. ഈ കൊയ്ത്തിന് സമയമാകുമ്പോൾ വേറെ റോഡ് കുറെ ആയി, പണ്ട് ചെറിയ റോഡായിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് നല്ല യാത്ര, സ്ട്രൈറ്റ് ഓടിച്ചു പോകാൻ പറ്റിയ റോഡ്, 26 കിലോമീറ്റർ സ്ട്രൈറ്റ് വിശാലോട്ട് കിടക്കുക റോഡ്. അടിപൊളി റോഡാണ്. കുറച്ച് നേരം നമ്മൾ ലോങ്ങിലൊക്കെ കയറുന്നവർക്ക് കോട്ടയം ഭാഗത്തിലൊക്കെ വരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആലപ്പുഴ ടച്ച് ചെയ്യാണ് പോകുന്നതെങ്കിൽ ഈ റോഡ് കയറുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. സ്ട്രൈറ്റ് റോഡാണ്, പിന്നെ ഉറങ്ങി പോരുത്, അത്രേ ഉള്ളൂ. സൈഡ് ഇവിടെ താറാമുട്ടയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. മീനുണ്ടോ, കായൽ മീൻ, രണ്ട് സൈഡിലും കൊഞ്ച് കിട്ടും. കൊഞ്ച്, താറാവ്, ഇതൊക്കെ ഇങ്ങനെ ഈ രണ്ട് സൈഡിലും എപ്പോഴും. പിന്നെ പൊതുവെ കരിമീനിന്റെ കാര്യം കേട്ടുള്ള, കരിമീൻ തന്നെ നമുക്ക് നല്ല കരിമീൻ കിട്ടുമെന്ന് പറയാം. അതിനിപ്പോ നമ്മൾ പോകുന്നുണ്ട്, ഇടക്കൊന്ന് പോകണം. കരിമീൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷെ നല്ല കരിമീൻ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ഇത് പമ്പല്ലേ, വെമ്പനാട് കായലില് ഓരോ ഇതൊക്കെ ഉണ്ട്, അറിയത്തില്ല, അങ്ങനൊക്കെ പറയുന്നേക്കാം. തെങ്ങൊക്കെ നിൽക്കുന്ന ഭയങ്കര രസമാണ്. ആ ഒരു നമ്മളിപ്പോ എവിടെയുള്ളത് അറിയാം മക്കളെ, കാണിച്ചു തരാം. ഞങ്ങളെ ഓടിച്ചോടിച്ച് ഞങ്ങളങ്ങനെ അമേരിക്ക ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് മക്കളെ. ഇതാണ് അമേരിക്കയിലെ KSRTC സിസ്റ്റം. അമേരിക്ക ജംഗ്ഷൻ. ഇതാണ് അമേരിക്കൻ ജംഗ്ഷൻ. കൊള്ളാം. ഒരു തെറ്റാലി. ഇത് തേനൊക്കെ പിടിക്കാൻ പറ്റൂ. ഇവിടെ എന്തുണ്ട്, കരിമീനാ? ചേട്ടൻ മീൻ പിടിക്കാൻ പോകണം, നോക്കാം നമുക്ക്. ചേട്ടൻ ഇന്ന് നോക്കി കിടക്കുകയാണ് മീൻ എവിടെ ഉണ്ടെന്ന് അടിക്കാനായിട്ട്. സൗണ്ട് വെച്ചാ പോവും, സൗണ്ട് വെച്ചാൽ നമ്മളും ചേട്ടന്റെ പുറകെ പതുക്കെ മന്ദം പോവുകയാണ്. ഇന്ന് ഞങ്ങള് നടന്നുള്ള വരാലിനൊക്കെ ഓടിക്കും. ചേട്ടൻ തെറ്റാലിക്കും. ചേട്ടൻ പറഞ്ഞു സൗണ്ട് കേട്ടാ മീനെ കണ്ടാലും അടിക്കാൻ വിട്ടത് നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കാം നമുക്ക് ചേട്ടൻ മീൻ അടിക്കുന്നുണ്ടാവും. ഹിന്ദിക്കാരുടെ ബ്ലോഗില് രാജവമ്പാല അടക്കണം. മടലൊക്കെ ഇട്ടായിരുന്നു രാജവമ്പാലെന്നും പറഞ്ഞു. കൊക്കിനെ അടിച്ചിട്ടാ.
ഒക്കെ തെറ്റല്ലാണ്ട് ജീവൻ കൊണ്ട് പറക്കണം. ആകാശത്തേക്ക് എവിടെ വെക്കുന്നു. ഓക്കെ ചേട്ടാ പോവാ അപ്പൊ. ശരി. ഞങ്ങളൊരു സാധനം കാണിച്ചു തരാവേ. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നതാണ് വീഡിയോ എടുക്കാനായിട്ട്. സംഭവം കാണിച്ചു തരാം. പിടിച്ച് ക്ലോസ് ചെയ്യണം. വെള്ളത്തിൽ ചാടുമെന്ന് അറിയത്തില്ല. ദേ കിടക്കുന്ന കണ്ട എന്ത് രസമാണെന്ന് നോക്കിയേ. അടിപൊളി. ഇത് രാവിലെ ഇറങ്ങിയോണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകൾ കിട്ടിയായിട്ട് നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സാധനം ഓടുവാണ്. ഇവിടെയും കുറച്ചുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങി കാണാൻ രസമുണ്ട് കേട്ടോ. അപ്പുറത്ത് കുറച്ചമാര് കൂള് കിടപ്പുണ്ട്. വിഗോവത്താറാവിന്റെ കുഞ്ഞ ആണോ? ഞാൻ പോന്ന ഒരെണ്ണം നാടന. അപ്പുറത്തെ ഉണ്ടാവും ഷൂട്ട് ചെയ്ത്. അവര് വെള്ളത്തിൽ ഇറങ്ങാൻ നോക്കി. രാവിലെ റെസ്റ്റ് എടുക്കാതിരിക്കുന്നതല്ല, നീന്തി കഴിഞ്ഞിട്ട് അശാമാര് റെസ്റ്റ് എടുക്കുവാണ്. ഇറങ്ങി ഞങ്ങളെ കണ്ടപ്പോ ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങുന്നു. അത് നീന്തലൊക്കെ എനിക്ക് കയറി കിടന്നേന്ന് തോന്നല്ലേ. എല്ലാരും നേരം പിടിച്ച് വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. ഹായ്, സൂപ്പർ ആട്ടോ, സൂപ്പർ, അടിപൊളി, രസമുണ്ട്. ഇതിന്റെ പുറത്തെ മറ്റേ കഷ്ടപ്പെട്ട് കരക്കേറ്റിട്ട് പോയതായിരിക്കും. എല്ലാത്തിനും ഓടിച്ച് വെള്ളത്തിറങ്ങി. താറാവിന്റെ സൗണ്ട് ഇട്ട് നോക്കാം. വരുവാ പോയിക്കടാ പോകുന്നത് കറക്റ്റ് അതിനായിട്ട്. ഓക്കെ പോവാ. കൊള്ളാല്ലേ, സാധനം കൊള്ളാം. വരുന്ന കഴിക്കാൻ നല്ല വിശപ്പ്. ഒരു കട കണ്ട് കയറി. നീ ഇത് ഓർഡർ ചെയ്യുന്നോ? അപ്പവും ചിക്കൻ സ്റ്റൂ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്യാം. ഇടത്ത് പറഞ്ഞ ഒരു കടയാണ്, ഇടക്കേറിയാണ്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പം നല്ല വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂ. ഞങ്ങളിതാ എവിടെയാണോ നീ പറഞ്ഞ സ്ഥലം? മറ്റേ നമ്മള് പറഞ്ഞ ഫസ്റ്റ് സ്പോട്ട്. തൂക്കുപാലം. നമ്മൾ വന്ന വഴിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പാലം കണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പോകാൻ പറഞ്ഞ് നിർത്തിയതാണ്. തൂക്കുപാലം. ഇത് പെയിന്റ് ഒക്കെ അടിച്ച് മെയിൻറ്റെയിൻ അടിപൊളി ആയിരിക്കും അല്ലേ? ഇതിന്റെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പഴമയാണ് എന്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി. നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു. എന്താ അറിയില്ല. നല്ല രീതിയിൽ ചില സ്ഥലത്ത് നല്ല രീതിയിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. സ്റ്റെപ്പൊക്കെ അതിദയനീയമാണ്. വളരെ സൂക്ഷിച്ച് കയറുക. അതെ, പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടാണ് കയറിയിരിക്കുന്നല്ലോ. പഴയ ഇതല്ലടാ. നിറച്ചും പ്രാവൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് പാലം തുടങ്ങുന്നത്. താഴേക്ക് നോക്കി കിടക്കണം, കാലൊക്കെ പോകും. ഇടയ്ക്ക് കുഴി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഓക്കെയാണ്. നമ്മുടെ കുട്ടനാടിന്റെ പ്രകൃതി ഭംഗി പാലത്തിന്റെ മേളിൽ നിന്നും കാണാം. അക്കരെ ഒരു കള്ളുഷാപ്പുണ്ട് കേട്ടോ. ഇവിടെ എത്ര കള്ളുഷാപ്പുണ്ടെന്നൊന്നും അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇഷ്ടംപോലെ കള്ളുഷാപ്പുണ്ട്. മെയിനായിട്ടുള്ളതും പറയാൻ പറ്റുന്നതും പേരുള്ളതും പേരില്ലാത്തതൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. കൊള്ളാം. എന്തായാലും സെറ്റാണ്. അടിപൊളി. രാവിലെ കുട്ടനാടുള്ള ഒരു തൂക്കുപാലം.
ഇത്ര പല പഴക്കമുണ്ടെങ്കിലും അത്ര ഇതൊന്നും ഇല്ല കേട്ടോ. നല്ല ഇപ്പോഴും തൂക്കുപാലം സാധനം കയറുമ്പോൾ ഒരു ആട്ടമൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ല, വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അതെ അതെ, സ്റ്റെപ്പിലൊക്കെ ഉള്ളൊരു ഇതേ ഉള്ളൂ. സ്റ്റെപ്പൊക്കെ ഒന്ന് ഇതായത് ഉണ്ടോ, സ്റ്റെപ്പൊക്കെ നോക്കി ഇറങ്ങണം. അങ്ങോട്ടാണോ? എത്ര വർഷം പഴക്കമുണ്ട് കേട്ടോ ഇത് ഈ പാലം? 10-12 വർഷം പഴക്കം. 10-12 വർഷമുള്ളൂ അല്ലേ? ആ, ഇവിടെ കാണാമോ? കാണാം കാണാം. ഇത് 12 വർഷം പഴക്കമുള്ളടാ. 12 വർഷം പഴക്കം അല്ലേ? എനിക്ക് ഉപ്പ് വെള്ളത്തിൻ്റെ ഒക്കെ ആയിരിക്കും തുരുമ്പെടുക്കുന്നത്. അപ്പോൾ ഗായ്സ്, രാവിലെ കുട്ടനാട്ടിലൊരു തൂക്കുപാലം.